അപ്പോൾ നമ്മൾ ചെയ്ത HTML ഫയലിൽ കുറച്ചുകൂടെ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്ത് നോക്കാം. ഒരു വെബ് ആപ്ലിക്കേഷനിൽ HTML എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ ചുമരും കാര്യങ്ങളൊക്കെ കട്ടയൊക്കെ ഉപയോഗിച്ച് ബ്രിക്സ് ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ആ ഒരു സ്ട്രക്ചർ. അങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്യുന്നതാണ് HTML ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെബ് ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് HTML ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പെയിൻറ്റിങ് അതേപോലെ ചുമരൊക്കെ വൃത്തിയായിട്ട് പുട്ടിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണ് CSS അല്ലെങ്കിൽ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ബിൽഡിങ്ങിന് ഫങ്ഷനാലിറ്റി വേണം. അതായത് ഇലക്ട്രിസിറ്റി, ലൈറ്റ് വേണം, ഫാൻ വേണം, AC, അങ്ങനെയുള്ള ഫങ്ഷനാലിറ്റീസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഫങ്ഷനാലിറ്റീസ് നമ്മൾ വെബ്സൈറ്റിന് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷന് ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ്. HTML ഓരോ സ്ട്രക്ചറും നമ്മൾ ചെയ്യുന്നത് ഓരോ എലമെന്റ് യൂസ് ചെയ്തിട്ടാണ്. ഓരോ ഐറ്റത്തിന് പറയുന്ന പേരാണ് എലമെന്റ്. അപ്പോൾ ആ എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ആംഗിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ച് ആ ടാഗിന്റെ പേര് കൊടുത്തു, അത് ആ ആംഗിൾ ടാഗ് ക്ലോസ് ചെയ്യും. അതേപോലെ ആ എൻ്റയർ എലമെന്റിന്റെ ടാഗും ക്ലോസ് ചെയ്യും. ചില ടാഗുകൾ മാത്രം സെൽഫ് ക്ലോസിങ് ആയിരിക്കും. അതൊക്കെ നമ്മൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. ഈ ബോഡി ഈ ഒരു ആംഗിൾ ടാഗ് ഉപയോഗിച്ച് ബോഡി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബോഡി ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ബോഡീൻ്റെ ഉള്ളിലാണ് എന്താണ് നമുക്ക് കണ്ടന്റ് വേണ്ടത് അത് കോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പാരഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് P ടാഗ് ഉപയോഗിക്കുന്നത്. P ടാഗ് ഓപ്പൺ ചെയ്തു, ആ P ടാഗ് ക്ലോസ് ചെയ്തു, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാരഗ്രാഫ് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു പാരഗ്രാഫ് ആണല്ലോ. ഇനി എന്തെങ്കിലും ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 സൈസിലുള്ള ഹെഡിങ് ടാഗുകളുണ്ട്. അതായത് H1 എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സൈസിലുള്ള ഹെഡിങ്. അതേപോലെ H2 അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുത്. പിന്നെ H3. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്ററിൽ ഒരു സർക്കിൾ ഐക്കൺ കാണാം. ഇവിടെ ക്ലോസിൻ്റെ അവിടെ ആയിട്ട് ഒരു സർക്കിൾ ഐക്കൺ. അതിൻ്റെ അർത്ഥം ഇത് സേവ് ചെയ്തിട്ടില്ല. ഞാൻ സേവ് ചെയ്തു, കമാൻഡ് S പ്രസ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ പോയി. അതിനർത്ഥം ഇത് സേവ് ആയിട്ട്. ഇനി നമ്മൾ ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ബ്രൗസർ റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്യാതെ ചേഞ്ചസ് കാണാൻ പറ്റില്ല. ഞാൻ ഈ റീഫ്രഷ് ഐക്കൺ ക്ലിക്ക് ചെയ്തു, വലിയ ഹെഡിങ് വന്നു, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹെഡിങ്, അതിൻ്റെ താഴെയുള്ളത്, അങ്ങനെ 6 തരം ഹെഡിങ്സ് വന്നു. പിന്നെ നമ്മൾ കൊടുത്ത പാരഗ്രാഫും വന്നിട്ടുണ്ട്.